അമ്മയും മാമനും ഒന്ന് സുഖമായിട്ട് ഉറങ്ങിയാലേ നാളെ പഞ്ചരത്നത്തിൽ എനിക്ക് 2 ലക്ഷം രൂപ എത്തിക്കാൻ പറ്റും. ഓരോ കാര്യങ്ങളായിട്ട് ഓടി നടക്കുമായിരുന്നു അമ്മേ. സമയം പോയത് അറിഞ്ഞില്ല. എന്നിട്ട് എന്തായി? കാശ് ശരിയായോ? ശരിയാവാതെ പിന്നെ ഈ വിനയനൊരു കാര്യം സെറ്റാക്കണം എന്ന് വെച്ചാ ഏത് വിധേനെ അത് റെഡിയാക്കിയിരിക്കും. നാളെ തന്നെ കാശ് പഞ്ചരത്നത്തിലെത്തും. ഇതിലാണ് വിനയന്റെ നിലനിൽപ്പ്. എല്ലാം ഭംഗിയായി നടത്തി തരണേ ദൈവമേ. ജോത്സ്യർക്ക് കാശിന്റെ ഇടപാടും ഈ ലെവലുള്ള ബന്ധങ്ങളും ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഒരു ജോത്സ്യരെ കാണാൻ വരാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാ ലെവലിലുള്ള ആളുകളും വരും, നമുക്ക് അവരുമായി നല്ല ബന്ധങ്ങളും ഉണ്ടാവും. അപ്പോ എന്റെ കസ്റ്റമേഴ്സിന് പരസ്പരം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങൾ, എന്നെ കൊണ്ട് കഴിയാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. അതൊക്കെ ഒരു പരോപകാരമല്ലേ? പിന്നെ തീർച്ചയായിട്ടും അതെ. പിന്നെ ഈ കാര്യത്തിൽ ഹർഷ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറഞ്ഞാൽ എന്നാൽ കഴിയും വിധം ഞാൻ ശ്രമിക്കണമല്ലോ. ഈ പ്രമാണം വിനയന്റെ അമ്മയുടെ പേരിലാണല്ലോ? അതെ, ഞാനത് സൂചിപ്പിച്ചിരുന്നു. അപ്പോ എഗ്രിമെന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്.
എൻ്റെ അമ്മയ്ക്ക് ഒരേ ഒരു മകനാ. എല്ലാം എനിക്ക് തന്നെ ഉള്ളതാ. അതുകൊണ്ട് ഈടിൻ്റെ കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട. ഇതിപ്പോ നമ്മൾ എഗ്രിമെന്റ് കൊടുത്താ 50 ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ പലിശയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ട. അടവ് മുടങ്ങിയ വീട്ടുപടിക്കൽ അടത്തും. അങ്ങനെയൊന്നും വരില്ല. പണമൊക്കെ ഞാൻ കൃത്യമായിട്ട് അടക്കും. ഈ വീടുകളിലും കടകളിലും ഒക്കെ CCTV ക്യാമറ വെക്കുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. അതെന്തായാലും കൃത്യമായി ലാഭം കിട്ടുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോ 10 ലക്ഷം മതിയെന്നല്ലേ പറഞ്ഞത്? അതെ. അത് പിന്നെ 50 വരെ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു 20 തന്നെ വാങ്ങിച്ചേക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവശ്യം വല്ല വന്നാൽ പോയി ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അത് നല്ല കാര്യമാണ്. ഇടയ്ക്ക് ചെന്ന് കാശ് ചോദിച്ചാൽ അവർ തരുന്ന ഉറപ്പൊന്നുമില്ലല്ലോ. ഓക്കെ, എന്നാൽ നമുക്ക് പോവാം. ഹർഷ എൻ്റെ കൂടെ വരണം. അവിടെ സാക്ഷി ഒപ്പിടേണ്ടി വരും. ശരി, വരാം. ജോത്സർ ഒന്ന് വന്നേ. വിനയ്, ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. വിനയം പറഞ്ഞ വാക്കവൻ പാലിച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപ അവൻ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് വിളിച്ചു പറയുകയും ചെയ്തു. ഫോണിൽ ബാങ്കിലെ മെസ്സേജും വന്നു. ഏതായാലും മോൻ ജനിച്ച ശേഷമാണെങ്കിലും വിനയൻ വാക്കിന് വിലയുള്ളവനായി മാറി.